വളരെ എളുപ്പത്തിൽ തന്നെ സിമ്പിളായിട്ട് ക്രഞ്ചി ആയിട്ടുള്ള ഒരു സ്പ്രിംഗ് റോളാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായി വരുമ്പോൾ എല്ലില്ലാത്ത ചിക്കൻ 200 ഗ്രാം ചെറുതായി ചോപ്പ് ചെയ്തതും ഇട്ടുകൊടുത്ത് നല്ലപോലെ വഴറ്റി ചിക്കൻ വെള്ളം നിറമാകുമ്പോൾ 50 ഗ്രാം സ്ലൈസ് ചെയ്ത സവോള ഇട്ടുകൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. സവോള വഴറ്റി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ഇട്ടുകൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 50 ഗ്രാം നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന കാബേജും ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. കാബേജ് നല്ലപോലെ വഴറ്റി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ സോയാ സോസ് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ നമ്മളുടെ സ്പ്രിംഗ് റോൾ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് സ്പ്രിംഗ് റോളിനുള്ള ഷീറ്റിനുള്ള ബാറ്റർ അടിക്കാം. അതിനായി ഞാൻ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1/2 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഉപ്പ് ആവശ്യത്തിന് ഇവയെല്ലാം ഇട്ട് 3/4 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ ലൂസാക്കി ദോശയുടെ ബാറ്റർമാരെ ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1/4 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മളുടെ സ്പ്രിംഗ് റോൾ ഷീറ്റിൻ്റെ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് നല്ലപോലെ ചുറ്റി 2 പുറവും നല്ലപോലെ സോഫ്റ്റായി കുക്കാക്കി എടുക്കണം. ദോശയുടെ പോലെ ഹാർഡാക്കരുത്, ക്രിസ്പി ആക്കി എടുക്കരുത്. അപ്പോൾ നമ്മളുടെ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മിക്സ് ഇട്ടുകൊടുത്ത് ഇതേപോലെ റോൾ ചെയ്തെടുക്കാം. 2 അറ്റവും ഉള്ളിലേക്ക് മടക്കി പിന്നെ ഒരറ്റത്ത് നിന്ന് റോൾ ചെയ്ത് നമ്മളുടെ ഷീറ്റിൻ്റെ അതേ ബാറ്റർ വെച്ചാണ് ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഒട്ടിച്ചു കൊടുത്തെടുത്താൽ നമ്മളുടെ സ്പ്രിംഗ് റോൾ ഫ്രൈ ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മളുടെ സ്പ്രിംഗ് റോൾ അതിലേക്ക് എടുത്തു കൊടുക്കാം. സ്പ്രിംഗ് റോളിൻ്റെ 2 ഭാഗം തിരിച്ചു മറിച്ചിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ സ്പ്രിംഗ് റോളിലൂടെ നല്ലപോലെ ഗോൾഡൻ കളറായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി ഒരു സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളുടെ ക്രഞ്ചി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള സ്പ്രിംഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിനായി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.